കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്ര സിനിമ കണ്ട് ഇങ്ങനെ പുസ്തകം വായിച്ച് തള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കണ്ടുകൂട്ടുന്നത്. എനിക്കറിയില്ല, അതിനുള്ള ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് ഇത്ര സിനിമ കാണുന്നതെന്നോ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലാത്ത സിനിമകൾ എന്തിനാണ് കാണുന്നത്, സിനിമ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന രീതിയിൽ എന്നോട് കുറച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഈ ആൾക്കാരിങ്ങനെ, എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണേണ്ടത്? ഇതെനിക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അതിനുള്ള ഉത്തരം എനിക്ക് റീസണബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടിയത് സുനിൽ പി ഇളയിടം മാഷിൻ്റെ ഒരു ടോക്കിൽ നിന്നാണ്. അതിൽ അദ്ദേഹം എഴുത്തുകാരനും ക്രിട്ടിക്കുമൊക്കെയായ ജോൺ ബെർജർ എന്നൊരു എഴുത്തുകാരനെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ മനുഷ്യാവസ്ഥകൾക്കും പേരുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകൾക്കും പേരുണ്ടെങ്കിൽ കലകൾ കൊണ്ടോ സാഹിത്യം കൊണ്ടോ ഒരു ഉപകാരവുമില്ല. അതായത് ഈ കല, സാഹിത്യം എന്നിവയ്ക്ക് ഉപകാരമുണ്ടാകുന്നത് മനുഷ്യാവസ്ഥകൾ, എല്ലാ മനുഷ്യാവസ്ഥകൾക്കും, മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകൾക്കും പേരില്ലാത്തത് കൊണ്ടാണ്. അതിനെ എങ്ങനെ വർണ്ണിക്കാം എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ബെന്യാമിൻ പറയുമല്ലോ, നമ്മൾ കടന്നു പോകാത്ത, അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന് ആടുജീവിതം എന്ന പുസ്തകത്തിൽ ബെന്യാമിൻ പറയുന്നുണ്ട്. അപ്പം എല്ലാ മനുഷ്യാവസ്ഥകൾക്കും പേരില്ല. ഉദാഹരണത്തിന് അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങളുണ്ടല്ലോ, ഒരുപാട് വികാരങ്ങൾ. സ്നേഹമുള്ള അമ്മ, നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ എടുത്തുകൊണ്ട് നടന്ന നമ്മുടെ അമ്മ. ഈ അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇത്രയും വികാരങ്ങൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഈ വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വാക്ക് ഞാൻ പറയാം: വേശ്യ. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നല്ലതായിട്ടൊന്നും വരില്ല. നല്ലതായിട്ട്, നന്മയായിട്ടോ ഒരു വാക്കും ഒരു ഓർമ്മയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ ആനവാരിയും പൊൻകുരിശും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ കഥയിൽ ഒരമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം കുഞ്ഞിന് ഭക്ഷണം നൽകാനായിട്ട്, കുഞ്ഞ് വിശന്ന് മരിക്കാതിരിക്കാനായിട്ട് വേശ്യാവൃത്തിക്ക് പോകുന്ന ഒരമ്മയെക്കുറിച്ച്. ഇതിൽ അമ്മ എന്ന വാക്കും വേശ്യ എന്ന വാക്കും ഒരേപോലെയാകും, ഒറ്റ അർത്ഥമാകുന്നു. ഇത് സാഹിത്യത്തിനും കലയ്ക്കും മാത്രമേ പറ്റുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാ മനുഷ്യാവസ്ഥകൾക്കും പേരുണ്ടെങ്കിൽ കലകൾ കൊണ്ടോ സാഹിത്യം കൊണ്ടോ മനുഷ്യന് ഒരു ഉപകാരവുമില്ല. തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുകയുണ്ടായി: എല്ലാ കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒരു പരിപൂർണ രൂപമാണ് സിനിമ എന്നത്. അതായത് അതിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, സാഹിത്യമുണ്ട്, സകലവിധ കലകളുടെയും ഒരു പൂർണ്ണത ആണ് സിനിമ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. എനിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവും അതുതന്നെയാണ്. എന്തിനാണ് നമ്മൾ സിനിമ കാണുന്നത്? അത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് മാത്രമല്ല, സന്തോഷിക്കാൻ മാത്രമല്ല. സിനിമ നമ്മളെ ഞെട്ടിക്കും, വിഷമിപ്പിക്കും, കരയിപ്പിക്കും, സന്തോഷിപ്പിക്കും. ഈ എല്ലാ വികാരങ്ങളും ഒരു സിനിമയിൽ നമുക്കുണ്ടാകും. അത് സിനിമയുടെ മാജിക്കാണ്. അത്തരത്തിലുള്ള ചില സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു സിനിമ റിവ്യൂ എന്ന രീതിയിലല്ല, സിനിമ റിവ്യൂ അല്ല. അങ്ങനെ റിവ്യൂ പറയാനുള്ള അതെങ്ങനെ അത് പറയണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു റിവ്യൂ അല്ല. ഈ സിനിമ നല്ലതാണെന്ന് എനിക്ക് തോന്നി അത് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോവുകയോ നിങ്ങൾ നരകത്തിൽ പോകുന്നുമില്ല. പക്ഷേ ഇത് കണ്ടാൽ നന്നായിരിക്കും. ഇത് കുറച്ചുകൂടെ നിങ്ങളെ ചിന്തിപ്പിക്കും, കുറച്ചുകൂടെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, ഒന്ന് ഞെട്ടിപ്പിക്കും. പിന്നെ നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തേക്കോ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില സിനിമകൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ മലയാളം ഷോർട്ട് ഫിലിം പരിചയപ്പെടുത്താം. ഒരു രാത്രിയുടെ കൂലി എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. വെറും 16 മിനിറ്റേ ഉള്ളൂ. പത്മപ്രിയയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ അമ്മ, വേശ്യ എന്നീ വാക്കുകൾ, ആ ഒരു വേശ്യ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് കുറച്ച് നേരത്തെങ്കിലും അമ്മയായിട്ട് മാറുന്നതെന്ന് ഈ ചിത്രം മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ മനുഷ്യാവസ്ഥകൾക്കും പേരില്ല. എങ്ങനെ നമുക്കതിനെ പല മനുഷ്യാവസ്ഥകളെയും നമ്മുടെ പല ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ വർണ്ണിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കലയും സാഹിത്യവും സിനിമയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്ക്. ബാക്കി ചില നല്ല ചിത്രങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഇനിയിപ്പോൾ സ്റ്റേ ട്യൂൺഡ് എന്നല്ലേ പറയല്ലേ? സ്റ്റേ ട്യൂൺഡ്.
നന്ദി.